എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഒരു ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് ഒരുപാട് ചേസ് ചെയ്തു പോകും, നിങ്ങൾ അവരുടെ പുറകെ പോവും, അവർ വിളിക്കാതിരുന്ന വീണ്ടും വീണ്ടും വിളിക്കും, അങ്ങനെ ഒരു ചേസിങ് എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനൊരു മാറ്റം വരുത്തിയിട്ട് നിങ്ങളും കല്ലുപോലെ ഇരിക്കാൻ ശീലിച്ചു എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നിരിക്കട്ടെ. അതായത് ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യുവർ പേഴ്സൺ. വേറെ രീതിയിൽ അവരെ ഡീൽ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നു എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്താണ്, അത് അവരെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഈ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ പേഴ്സണെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നോക്കിയാലോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്തോളൂ, ചെയ്തു തരാം. ഓക്കെ, വേറെന്താണ്? വേറൊന്നുമില്ല, റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ന്യൂട്രലായിട്ട് നിന്ന് മാത്രം റീഡിംഗ് കാണുക കേട്ടോ. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക. കൂടുതൽ റെസനേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സൻ്റെ അടുത്ത് ഒരു ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരൂ. അവരുടെ ഭാഗത്തിൽ നിന്നും എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചേഞ്ച് ഓഫ് ആക്ഷനാണ് കിട്ടാൻ സാധ്യത ഒന്നും കൂടി കാണിച്ചു തരൂ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സ് ഒരു ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ പേഴ്സൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് അവരെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് കാണിച്ചു തരൂ. എന്തെങ്കിലും ചേഞ്ച് ഓഫ് ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് എൻ്റെ വ്യൂവേഴ്സിന് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് കാണിച്ചു തരൂ. Queen of Pentacles. Okay. Six of Pentacles. Death, rebirth, Devil, Eight of Cups. കുറച്ച് പേടി ഉള്ളത് നല്ലതാണ് അല്ലേ? എംപറർ, ലവേഴ്സ്, രണ്ട് കാർഡ് വന്നു, സ്ട്രെങ്ത്തും സ്റ്റാറും വന്നു കേട്ടോ. നയൻ ഓഫ് പെൻഡക്കിൾസ്, കിങ് ഓഫ് സ്വാർഡ്സ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൺ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് കാണിച്ച് തുടങ്ങിയത് നിങ്ങൾക്ക് ജോലിയൊക്കെ ആയതിനു ശേഷമായിരിക്കും. അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞു, ഇപ്പോൾ എല്ലാ രീതിയിലും ഇവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടെന്ന് ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കില്ല എന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പഠിച്ചിരിക്കുന്നു എന്നൊരു ഫീലിംഗ് ആണ് അവർക്ക് ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. ഇവർ ഇത്രയും ഇൻഡിപെൻഡൻ്റ് ആയി സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പഠിച്ചിരിക്കുന്നു. ഇനി ഇവരുടെ അടുത്ത് എന്താ പറയുക, ഇവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും മാറില്ല. അതായത് മൂവിങ് ഓൺ എന്നൊരു തീരുമാനം, ഇവരെ ഇനി ഇഗ്നോർ ചെയ്ത് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം നിങ്ങൾ സെൽഫ് റിലയൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് അവർ മനസ്സിലാക്കി. ഓക്കെ, ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തണം. റെസ്പെക്റ്റ്, ഞാൻ സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റണം എന്നതിനേക്കാൾ റെസ്പെക്റ്റ് കൊടുത്താലേ റെസ്പെക്റ്റ് കിട്ടുകയുള്ളൂ എന്നുള്ള പാഠം നിങ്ങളുടെ പേഴ്സൺ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അങ്ങോട്ട് സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങോട്ടും സ്നേഹം, അങ്ങോട്ട് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും റെസ്പെക്റ്റ് എന്നുള്ള ഒരു പാഠം നിങ്ങളുടെ പേഴ്സൺ പഠിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളവരെ വിട്ട് റിലേഷൻ അവസാനിപ്പിച്ച് പോയി കളയുമോ എന്നുള്ളൊരു ഭയം അവരെ പിടികൂടിയിട്ടുണ്ട്. കാരണം നിങ്ങൾ പണ്ട് ഇവരെ ഒരുപാട് ചേസ് ചെയ്യുമായിരുന്നു. ഇവർ 10 ദിവസം വിളിക്കാതിരുന്നാൽ നിങ്ങൾ മേലെ മേലെ പോയി വിളിക്കുമായിരുന്നു. അങ്ങനെയെല്ലാം ചെയ്തിരുന്ന അവിടെ ഇവർ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നിങ്ങൾ അത് ന്യൂട്രലായിരുന്ന് മിണ്ടാതിരുന്ന് അവരായിട്ട് വിളിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കാൻ നിങ്ങൾ മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ഇൻസെക്യൂരിറ്റി ആയി. നിങ്ങൾ അവരെ വിട്ടു പോകുമോ, മറ്റൊരു പുതിയ ബിഗിനിങ് എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുമോ, മറ്റൊരു വിവാഹത്തിലേക്കൊക്കെ നിങ്ങൾ പോകുമോ എന്നൊരു പേടി നിങ്ങളുടെ പേഴ്സണെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. നിങ്ങൾ അവരുടെ ലൈഫിലൊരു ഒബ്സഷൻ, ഒരു അഡിക്ഷനാണ്.
നിങ്ങളെ കാണാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചേസിങ് നിങ്ങൾ നിർത്തിയപ്പോഴാണ് അവരുടെ ചേസിങ് എനർജി സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ അവർ നിങ്ങളെ ചേസ് ചെയ്ത് തുടങ്ങും. വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കും, വീണ്ടും വീണ്ടും നിങ്ങളെ കാണാൻ വരും, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഒരു കോണ്ടാക്റ്റിലും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ വീണ്ടും വീണ്ടും കോണ്ടാക്ട് ചെയ്ത് സംസാരിപ്പിക്കാൻ ശ്രമിക്കും, മെസ്സേജസ് അയക്കും. ബ്ലോക്ക് മാറ്റാൻ കാത്ത് നിന്ന് നോക്കിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ഓൺലൈൻ വരുന്നുണ്ടോ, എന്നിട്ട് പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക, നിങ്ങൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വന്ന് നിൽക്കുക. അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചെയ്തു തുടങ്ങും. ഓക്കെ, തുടങ്ങി കാണും ഓൾറെഡി. ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ സാധിക്കും. അതേപോലെ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകാൻ തീരുമാനിച്ചു കാണും. അങ്ങനെയുമായിരിക്കാം. അതായത് നിങ്ങൾക്ക് മടുത്തു, നിങ്ങൾ ഇവർക്ക് വേണ്ടിയാണ് ഇവർ ഉള്ള സ്ഥലത്ത് നിന്നുകൊണ്ടിരുന്നതെങ്കിൽ നിങ്ങളൊരു ട്രാൻസ്ഫറൊക്കെ വാങ്ങിച്ച് പോകാൻ ശ്രമിക്കുകയാണ് എന്നുള്ള വിവരം ഇവർക്ക് കിട്ടിക്കാണും. അത് ഇവരിൽ ഭയം ജനിപ്പിക്കുന്നു, ഇൻസെക്യൂരിറ്റി ജനിപ്പിക്കുന്നു. നിങ്ങൾ അവരെ തന്നെ വിട്ടു പോവുകയാണോ, സ്ഥലം മാറിപ്പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നൊക്കെയുള്ളൊരു ഇതുപോലെ കാണാൻ സാധിക്കില്ലല്ലോ. ഇപ്പോൾ വന്ന് കണ്ട് നിർണ്ണയിപ്പിക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ അത് നിന്നു പോകുമല്ലോ എന്നുള്ളൊരു ഭയമൊക്കെ ഇവരെ പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡ് വന്ന് ചേർന്നിട്ടുണ്ട് എന്നും അവർക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എന്താ അറിയോ, നിങ്ങളെ ഉപദേശിക്കാൻ, നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് നിങ്ങളുടെ കൂടെ ആരോ ഉണ്ട്. നിങ്ങൾ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ടാണ് അങ്ങനെ പെരുമാറുന്നത് എന്നുള്ളൊരു ചിന്തയും അവർക്ക് വരും കേട്ടോ. ഒരു സ്ട്രോങ് സപ്പോർട്ട് നിങ്ങൾക്ക് എവിടെ നിന്നോ കിട്ടുന്നുണ്ട്. ആ വ്യക്തി പറയുന്ന പ്രകാരമാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള രീതി. നിങ്ങൾക്ക് ഇത്രയും ധൈര്യം വന്നത്, നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ്, ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് വരുന്നത് മൂന്നാമതൊരാൾ ധൈര്യം തരുന്നത് കൊണ്ടും അവരുടെ സപ്പോർട്ടുള്ളത് കൊണ്ടുമാണ് എന്നുള്ളൊരു ചിന്ത അവർക്ക് വരും. ഒരു സംശയമൊന്നല്ല, ഒരു ചിന്ത. കാരണം നിങ്ങൾ സ്വതവേ വളരെ പാവമാണ്, അങ്ങനെ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ ധൈര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ എക്സ്റ്റേണൽ സപ്പോർട്ട് നിങ്ങൾക്ക് എവിടെ നിന്നോ വരുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കും നിങ്ങളുടെ അടുത്ത് വന്ന് പറയും, ഇത്രയും നിങ്ങൾ വിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ലേ എന്നുള്ള രീതിയിലൊക്കെ വന്ന് പറയും. എന്ത് നീ പണ്ടത്തെ പോലെ മിണ്ടാത്ത, പണ്ടത്തെ പോലെ ചേസ് ചെയ്യാത്ത, എന്താ ഞാൻ വിളിച്ചില്ലേലും കോൾ ചെയ്തില്ലേലും നിനക്ക് പ്രശ്നമില്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അവിടെ വന്ന് അനുനയിപ്പിക്കൽ ബേസിക്കലി നടക്കും എന്ന് തന്നെ കാണുന്നു. ഒരുപാട് സ്നേഹം കാണിക്കുകയും ചെയ്യും തമ്മിൽ കാണുന്ന സമയത്ത് കേട്ടോ. അവിടെ അപ്പോൾ പറയും, അപ്പോൾ കാസ്റ്റോ കൾച്ചറോ റിലിജനോ സോഷ്യൽ സ്റ്റാറ്റസോ ജോലിയോ പ്രായമോ ഒന്നും എനിക്ക് വിഷയമല്ല, സ്നേഹമാണ് വലുത് എന്ന് നിങ്ങളുടെ അടുത്ത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യും കേട്ടോ. പിന്നെ വന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം, മിണ്ടാതിരിക്കല്ലേ എന്നുള്ള രീതിയിൽ. എന്നോട് ഈ ആറ്റിറ്റ്യൂഡ് വെച്ച് എന്നെ ഇഗ്നോർ ചെയ്യല്ലേ, നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം, തമ്മിൽ സംസാരിക്കാം എന്നുള്ള രീതിയിൽ അവർ വീണ്ടും വരുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് വന്ന് പറയും, നിങ്ങൾ അവരുടെ ലക്കി ചാമാണ്, നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് അവരുടെ ലൈഫിൽ ഇത്രയും ഉന്നതി ഉണ്ടായതെന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, സമയമില്ലാത്തത് കൊണ്ടല്ലേ പണ്ടത്തെ പോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും, നിങ്ങൾ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയും. പിന്നെ നിങ്ങളുടെ ഈ ഒരു സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് അതൊക്കെ കണ്ട് ഇവരൊന്ന് അന്തം വിടുകയും ചെയ്യും എന്ന് കാണുന്നുണ്ട് കേട്ടോ. ലൈക്ക് ഇവർ ഇങ്ങനെ ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ധൈര്യമായിട്ട് നിൽക്കുന്നതൊക്കെ ഇവരെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഇവരെങ്ങനെ ഇത്ര സ്ട്രോങ് ആയി മാറി, നിങ്ങളുടെ അപ്പിയറൻസ് മാറ്റിയിരിക്കാം, ഇവരെങ്ങനെ ഇത്ര കോൺഫിഡൻ്റായി മാറി എന്നൊക്കെ. അതായത് ഒരു ഇൻസെക്യൂരിറ്റി അവിടെ വർക്കൗട്ട് ആവും. ഇവർക്ക് എന്നെ വിട്ടുപോകാനുള്ള ധൈര്യം വന്നു കഴിഞ്ഞു എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് വരും. ഇവർ ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞു, സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇനിയും ഞാനിങ്ങനെ വിട്ടു നിന്ന് കഴിഞ്ഞാൽ അവർ പെർമനൻ്റ്ലി എന്നെ വിട്ടു പോകും എന്നുള്ളൊരു ഭയം ഇവർക്ക് വരും എന്നും കാണുന്നു. ഓക്കെ, ചിലർ വളരെ കുറച്ച് പേര് അതൊരു ഈഗോ ഹേർട്ടായിട്ട് എടുക്കുകയും ചെയ്യും. നിങ്ങൾ ചേസിങ് നിർത്തി എന്ന് കാണുന്നവിടെ ഇവരും കുറച്ച് ദിവസം നിങ്ങൾ ബ്ലോക്ക് മാറ്റിയാലും നിങ്ങളെയും കോണ്ടാക്ട് ചെയ്യാതിരിക്കും. അങ്ങനെയും പ്രതികരിക്കുന്നവരുണ്ടാവും കേട്ടോ.
എന്നെ ഇഗ്നോർ ചെയ്യുവാണെന്ന് ഞാനും ഇഗ്നോർ ചെയ്യും എന്നുള്ള രീതിയിൽ ഒരുപാട് ഈഗോ കീപ്പ് ചെയ്യുന്നവർ അങ്ങനെ ഇരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ ബ്ലോക്ക് മാറ്റിയാലും 1-2 ദിവസം മെസ്സേജ് ഒന്നും അയക്കാതെ മിണ്ടാതിരിക്കും. നിങ്ങൾ ഒന്ന് ചേസ് ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവരാദ്യം മെസ്സേജ് അയക്കട്ടെ, എന്നിട്ടേ ഞാൻ അയക്കുന്നുള്ളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നവരും ഉണ്ട് കേട്ടോ. അത് വളരെ ചെറിയ ശതമാനമായിരിക്കും. ഒരു എന്താ പറയുക, നിങ്ങളുടെ അടുത്തുള്ള എനർജി ഡൗൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ സംസാരിച്ചില്ലെങ്കിലും എനിക്കും ഒന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ചൊരു പ്രിറ്റൻഡാണത്. അത് അവർക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നതല്ല. അവരങ്ങനെ ആ ആറ്റിറ്റ്യൂഡ് കാണിച്ചിരിക്കും, നിങ്ങളായിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരും ഉണ്ട്. ഓക്കെ, പൊതുവെ അവർ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഒരു ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ അടുത്ത് വന്നൊരു സോറി പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ തന്നെയാണ് കൂടുതലായിട്ടും നോക്കുക കേട്ടോ. അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഭയങ്കര ഇമോഷണലായിട്ട് ഇവർ ഫീൽ ചെയ്യും. കാരണം കൺഫ്യൂസ്ഡ് ആവും, എന്ത് പറ്റി നിങ്ങൾക്ക്, നിങ്ങളെന്താ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് എന്നൊക്കെയുള്ളൊരു ഒരു സംശയം വരുമല്ലോ. നിങ്ങൾ മറ്റൊരാൾക്ക് അറ്റൻഷൻ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട്, ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ്, വല്ലാത്ത ടെൻഷൻ ആവുക, സങ്കടം വരിക, അങ്ങനത്തെ പരിപാടികളെല്ലാം ഇവർക്ക് ഉണ്ടാവും. സ്ട്രെസ്സ് അനുഭവിക്കും, രാത്രി ഉറങ്ങാതിരിക്കും, എന്തുകൊണ്ടാണ് വിളിക്കാത്ത, എന്താ മെസ്സേജ് ഇല്ലാത്ത, എന്തുകൊണ്ടാണ് എന്നെ ചേസ് ചെയ്യാത്ത എന്നുള്ള ആ ഒരു എനർജി അവരെ കുറച്ച് കഷ്ടപ്പെടുത്തുമെന്ന് തന്നെയാണ് കാണുന്നത്. ഉറക്കം തീരെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആവും. ഒരു എന്താ പറയുക, ടെൻഷൻ, സ്ട്രെസ്സ് അങ്ങനെയെല്ലാം അനുഭവിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. കൂടുതലായും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവർ കൂടുതലായി ശ്രമിക്കും. മെസ്സേജസിന് മേലെ മെസ്സേജസ് അയക്കും, കോളിന് മേലെ കോൾ ചെയ്യും, നിങ്ങൾ ഫോൺ എടുക്കും വരെയും റിങ് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ചേസിങ് എനർജി അവർ ചേസിങ് എനർജിയിലേക്ക് മാറുന്നതായിട്ട് കാണുന്നു. ഓക്കെ, 3 കാർഡ് കൂടെ നല്ലത് അല്ലേ. കുറച്ച് ഇനി നമ്മൾ കുറേ കാലം ചേസ് ചെയ്തില്ലേ, ഇനി അവർ ചേസ് ചെയ്യട്ടെ അല്ലേ. ഒരു ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജിയിലേക്ക് അവർ പോകുമെന്നും കാണുന്നു. അതായത് കണ്ണും തുറന്നിരുന്ന് ചിന്തിക്കാതെ എന്താ പറ്റിയെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ എന്നൊരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിലേക്ക്, ഓവർ തിങ്കിങ്ങിലേക്ക് അവർ കടന്നു പോകും. ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജിയിലേക്ക് കടന്നു പോകുമെന്ന് കാണുന്നു. ഓക്കെ, ചിലർ നിങ്ങൾക്കൊരു പ്രപ്പോസൽ ആയിട്ട് അവർ കല്ലുപോലെ മിണ്ടാതിരിക്കുകയായിരുന്നെങ്കിൽ, ഇല്ല നമുക്കൊരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം, വിവാഹത്തിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രപ്പോസൽ ഉണ്ടാവാം, അവരിതുവരെ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത് നിന്നുള്ള സ്ഥിതിയാണ്, ഒരു പ്രപ്പോസലായിട്ട് വരാനും സാധ്യതയുണ്ട്. ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതൊരു വിവാഹത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ പറയും. ഇത് വീണ്ടും ഒരു പ്രപ്പോസലിൻ്റെ കാർഡാണ്. അവർ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറഞ്ഞ് നിങ്ങളുമായിട്ടൊരു റിലേഷന് തുടക്കം കുറിക്കണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കും എന്നും കാണുന്നു. ഓക്കെ, അവരുടെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങളാണ്. അവരുടെ സകല കാര്യങ്ങൾക്കും അവർ നിങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാനോ അങ്ങനെയൊന്നും അവർക്ക് സാധിക്കാറില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ടായിരിക്കും ചെയ്യേണ്ടാവുക. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു അതിഭയങ്കരമായ ഭയം അവർക്ക് ഉണ്ടാവുമെന്ന് കാണും. കാരണം നിങ്ങളുടെ സ്നേഹവുമാണ്, അട്രാക്ഷനുമാണ്, റെസ്പെക്റ്റുമാണ്. ഓക്കെ, നിങ്ങളുടെ മേലെ ഒരു ഡിപ്പെൻഡൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ വിട്ടുപോകുന്ന കാര്യമൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യും അവർ. നിങ്ങളെ പോകുന്നതിൽ നിന്നും തടയാനും, അല്ല നിങ്ങൾ അവരെ വിട്ടു പോകുന്നുള്ളൊരു ഭയമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും രീതിയിൽ ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അവർ ശ്രമിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ച് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. അവർ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യും. എന്ത് പ്രോമിസ് ചെയ്യും? ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ ആറ്റിറ്റ്യൂഡിൽ അവർ മാറ്റം വരുത്തിക്കോളാം.
അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻ, നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്ന രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം എന്നൊരു വാഗ്ദാനം നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയും ഇടയ്ക്ക് ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങളെപ്പോഴും ചേസിങ് എനർജിയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള റെസ്പെക്റ്റ് ഇല്ലാതായി പോകും. അപ്പോൾ ഇടയ്ക്ക് ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ അങ്ങോട്ട് കാണിക്കുന്നതും നല്ലതാണ്. അപ്പോൾ കണ്ടില്ലേ, കുറച്ചൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോഴത്തേക്കും വന്നോളും തിരിച്ച് കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു ചേസിങ് എനർജിയിൽ ഇരിക്കാതെ, കരഞ്ഞുകൊണ്ടിരിക്കാതെ കുറച്ച് ധൈര്യമായിട്ടും കൂടി ഇരിക്കാൻ ശീലിക്കുക. ഓക്കെ, പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതേപോലെ വേറെ എന്ത് ചെയ്യും, കമൻറ്റ് ചെയ്യണം കേട്ടോ. വേറെന്താ, പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ വീണ്ടും കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.